ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLBയുടെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിജയശങ്കർ തന്റെ ദേഷ്യം മുഴുവൻ രവികുമാർ വക്കീലിനോട് തുറന്നു പറയുകയാണ്. JK ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചൂടെ, പക്ഷേ അർച്ചനയുടെ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ് വിജയശങ്കറിന്റെ വാശി. താൻ വിവാഹിതനായത് തന്റെ കഴിവ് കൊണ്ടാണെന്നും എന്നാൽ അർച്ചന വക്കീലായതും കോടതിയിൽ വിജയിക്കുന്നതും തനിക്ക് താങ്ങാനാവുന്നില്ലെന്നും അയാൾ പറയുന്നു. അർച്ചന പ്രസിഡന്റ് ആയതോടുകൂടി വിജയശങ്കർ വലിയ മാനസിക വിഷമത്തിലാണ്. അവൾ ഒരു കാര്യത്തിലും ജയിക്കരുത് എന്നതാണ് അയാളുടെ ഏക ലക്ഷ്യം. വിജയശങ്കർ ഇങ്ങനെ വല്ലാതെ തളർന്നിരിക്കുന്നത് കണ്ട രവികുമാർ ആകട്ടെ ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാഗിൽ നിന്നും മദ്യമെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് അയാൾ വിജയശങ്കറിന് നൽകി. ആദ്യം കുടിക്കാമെന്ന് കരുതിയെങ്കിലും അർച്ചനയോടുള്ള പ്രതികാരം തീർക്കേണ്ടത് മദ്യപിച്ചിട്ടല്ല എന്ന് പറഞ്ഞ് വിജയശങ്കർ അത് വേണ്ടെന്ന് വെക്കുന്നു. ഒടുവിൽ ആ മദ്യം രവികുമാർ തന്നെ കുടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഞ്ജു ചന്ദ്രയെ വിളിക്കുകയാണ്. JKയും അർച്ചനയും സംബന്ധിച്ച കാര്യങ്ങൾ മഞ്ജു ചന്ദ്രയെ അറിയിക്കുന്നു. മഞ്ജുവിന്റെ ബുദ്ധിയെ ചന്ദ്ര അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് സൗന്ദര്യം മാത്രമല്ല നല്ല ബുദ്ധിയുണ്ടെന്ന് മഞ്ജു സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നത് ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തോടെ ചന്ദ്ര ഫോൺ കട്ട് ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത്. അതിനുശേഷം അർച്ചനയും ദീപ്തിയും ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ശില്പ എവിടെയാണെന്ന് അവർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൾ ആരെയോ പേടിച്ചെന്ന പോലെ ഒളിച്ചു താമസിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എന്നാൽ ശില്പയും വിജയശങ്കറും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് അർച്ചന ഉറപ്പിച്ചു തന്നെ പറയുന്നു. ആര്യ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേട്ടപ്പോൾ അർച്ചനയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി. വിജയശങ്കറിനെ കുറിച്ച് പറയുമ്പോൾ അർച്ചനയുടെ ഉള്ളിൽ ഇന്നും കനലുണ്ട്. തന്റെ നിലനിൽപ്പിന് വേണ്ടി ആരെയും കൊല്ലാൻ പോലും അയാൾ മടിക്കില്ലെന്ന് അർച്ചന ദീപ്തിയോട് പറയുന്നു. അയാളെ എന്നെപ്പോലെ ആർക്കും അറിയില്ല ദീപ്തി എന്ന് പറയുമ്പോൾ അർച്ചനയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പഴയൊരു രാത്രിയിലെ ക്രൂരതയാണ് അർച്ചനയെ അയാളിൽ നിന്ന് അകറ്റിയത്. അർച്ചന ഗർഭിണിയായിരുന്ന ആ സമയത്ത് അവളെയും അവളുടെ അനിയന്മാരെയും ആ രാത്രിയിൽ വിജയശങ്കർ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു. അന്ന് അയാൾക്കൊപ്പം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് തന്റെ അനിയന്മാർക്ക് ഇന്ന് നല്ലൊരു ജീവിതം ഉണ്ടായതെന്ന് അർച്ചന ഓർക്കുന്നു. പുറത്ത് നല്ലവനായി അഭിനയിക്കുന്ന വിജയശങ്കർ ഉള്ളിൽ വലിയൊരു സ്വാർത്ഥനാണെന്നും അർച്ചന തുറന്നു പറയുകയാണ് ദീപ്തിയോട്. എന്നാൽ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ദീപ്തി ഒരു തന്ത്രം പുറത്തെടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ശില്പയെ പുറത്തു കൊണ്ടുവരണം. ദീപ്തിയുടെ കയ്യിൽ ശില്പയുടെ പഴയ ഒരു ഫോൺ നമ്പർ ഉണ്ട്. മടിച്ചു നിൽക്കാതെ ദീപ്തി ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ശില്പ ഫോൺ എടുത്തു. ദീപ്തി തന്റെ പേര് മാറ്റി പറഞ്ഞ് ഒരു അപരിചിതയെ പോലെ സംസാരിച്ചു. എനിക്ക് നിങ്ങളെ അറിയാം, ഒരു കൊട്ടേഷൻ വർക്ക് ഏൽപ്പിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. നല്ലൊരു തുക മുൻകൂറായി തരാം, ബാക്കി പണി കഴിഞ്ഞിട്ട് മതി എന്ന് ദീപ്തി പറഞ്ഞപ്പോൾ ശില്പയുടെ കണ്ണ് മഞ്ഞളിച്ചു. പണം കിട്ടുമെന്നായപ്പോൾ ശില്പ ആ വലയിൽ വീഴുകയാണ് കേട്ടോ. നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ദീപ്തി ഫോൺ വെക്കുമ്പോൾ വിജയശങ്കറിന്റെ ചതി പൊളിക്കാനുള്ള ആദ്യത്തെ വിജയം അർച്ചനയും ദീപ്തിയും കണ്ടു കഴിഞ്ഞു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. വീട്ടിൽ ചിന്നു തന്റെ കിളികളോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയശങ്കർ കടന്നു വരുന്നത്. വിജയശങ്കർ ചിന്നുവിനോട് ഒരു പുതിയ പ്ലാൻ അവതരിപ്പിക്കുകയാണ്. ആ JK പഠിപ്പിക്കുന്ന കോളേജിൽ ചിന്നു പഠിക്കുന്നതിനോട് അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് കോളേജ് മാറ്റാമെന്ന് അയാൾ ചിന്നുവിനോട് പറഞ്ഞു. എന്നാൽ തന്റെ പഠിത്തത്തെ ബാധിക്കുമെന്നും കൂട്ടുകാരെ പിരിയാൻ വയ്യെന്നും പറഞ്ഞ് ചിന്നു ആ ആവശ്യം സ്നേഹപൂർവ്വം നിരസിക്കുമ്പോൾ തന്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിജയശങ്കർ പിന്മാറിയെങ്കിലും അയാൾ എന്തോ വലിയ ചതി മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ദീപ്തി നൽകിയ പണത്തിന്റെ മുഖത്തിൽ ശില്പ ലൊക്കേഷൻ തേടി ഒരു വീട്ടിലെത്തുന്നു. അവിടെ ആരെയും കാണാതെ ഫോൺ വിളിച്ച ശില്പയുടെ മുന്നിലേക്ക് ദീപ്തിയും അർച്ചനയും വരികയാണ് കേട്ടോ. അവരെ കണ്ടതും പേടിച്ചു പോയ ശില്പ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അർച്ചനയും ദീപ്തിയും ചേർന്ന് അവളെ തടഞ്ഞു നിർത്തി ആ മുറിയിൽ പൂട്ടിയിട്ടു. ആദ്യം ബഹളം വച്ചെങ്കിലും ദീപ്തിയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടി ശില്പയെ തളർത്തി കളഞ്ഞു. പിന്നീട് ശില്പയെ അർച്ചന ചോദ്യം ചെയ്തപ്പോൾ രക്ഷയില്ലെന്ന് കണ്ട ശില്പ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയാണ്. താൻ വിചാരിച്ചതിലും വലിയ ചതിയാണ് വിജയശങ്കർ ചെയ്തതെന്നറിഞ്ഞ് അർച്ചന ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് ശില്പയോട് ഈ സത്യങ്ങൾ കോടതിയിൽ വന്ന് പറയണമെന്ന് അർച്ചന ആവശ്യപ്പെടുന്നു. ശില്പ അത് സമ്മതിച്ചെങ്കിലും തങ്ങളെ ചതിച്ചാൽ വിവരം അറിയുമെന്ന് ദീപ്തി അവൾക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. ഇതോടെ വിജയശങ്കറിനെ പൂട്ടാനുള്ള വലിയൊരു തെളിവ് അർച്ചനയുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളിൽ വിജയശങ്കറും ചന്ദ്രയും തമ്മിലുള്ള സംസാരമാണ് നാം കാണുന്നത്. ചിന്നുവിനെ കോളേജ് മാറ്റുന്ന കാര്യത്തിൽ അവൾ എന്ത് മറുപടി പറഞ്ഞു എന്ന് ചന്ദ്ര ആകാംക്ഷയോടെ ചോദിക്കുന്നു. അവൾ ഒന്നും പറഞ്ഞില്ലെന്നും ആലോചിക്കട്ടെ എന്നാണ് മറുപടി നൽകിയതെന്നും വിജയശങ്കർ പറയുന്നു. എന്നാൽ ചന്ദ്രയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ചിന്നു ഒരിക്കലും കോളേജ് മാറാൻ തയ്യാറാവില്ലെന്ന് തന്നെ ചന്ദ്ര ഉറപ്പിച്ചു പറയുകയാണ്. വിജയശങ്കർ കോളേജ് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ചിന്നു പിന്നെ അർച്ചനയെ വിളിച്ച് കാണുമെന്നും അർച്ചന വഴി JK വിവരം അറിഞ്ഞു കാണുമെന്നുമാണ് ചന്ദ്രയുടെ സംശയം. JK ഇതിനെയെല്ലാം ശക്തമായി എതിർക്കുമെന്നും അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും ചന്ദ്ര ഭയപ്പെടുന്നു. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ എപ്പിസോഡ് വിശേഷങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.